എന്നാ ശരി, നീ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ലേ, മറ്റാര് പറഞ്ഞാലും കേൾക്കൂല. ഇപ്പൊ ഇതിനിടയ്ക്ക് ചോദിക്കാനും പറയാനും ഞങ്ങളാരും അല്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ആ പെണ്ണിന്റെ ജാതകം വിവേകിന്റെ ജാതകമായിട്ട് ചേരുമെന്ന് നോക്കിയോ? ഇട്ട് മൂടാനുള്ള അത്രയും പണമുണ്ട്, 8 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ള വകയും ഉണ്ട്. ഇപ്പോ ജാതകം ചേർന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കതിലൊന്നും വിശ്വാസവുമില്ല. ഇതെന്തൊക്കെ നീ പറയുന്നേ? ചാരുന്റെയും വിവേകിന്റെയും ജാതകം നല്ല ചേർച്ച, മനസ്സുകളും ചേർന്നതാ. എന്നിട്ട് എന്തുകൊണ്ടാ അവരെ തമ്മിൽ യോജിപ്പിക്കാൻ നിനക്ക് മനസ്സ് വരാത്ത പ്രിയമതെ? അരുണിമേച്ചി, ഇത്രയും കാലവും പറഞ്ഞു തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളത്, ആ ചാരുമതിക്ക് എന്റെ മകന്റെ കൈകൊണ്ട് താലി സ്വീകരിക്കാനോ ഈ കുടുംബത്തിലെ മരുമകളായി കേറി വരാനോ യാതൊരു യോഗ്യതയില്ല. അവളെ എന്റെ മരുമകളായി ആലോചിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. വിവേക്, നിന്റെ കല്യാണം പെട്ടെന്നുണ്ടാവും. പറയുന്ന കേട്ടിട്ട് ആ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ തയ്യാറായിരുന്നു. വല്യമ്മേ, ചാരുവിനെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിന് ഒരു അർത്ഥവും ഇല്ലാണ്ടാവും. എന്റെ ഭാര്യയായി മറ്റൊരു പെണ്ണ് കയറി വരിക, അതെനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല വല്യമ്മേ. താല്പര്യമില്ലാത്തൊരു ജീവിതത്തിൽ ഒന്നിച്ച് കഴിയാന്ന് വെച്ചാൽ അത് ആ പെണ്ണിനോടും കാണിക്കുന്ന ചതിയല്ലേ? നീ വിഷമിക്കാതെ വിവേക്, ചാരുന്റെയും നിന്റെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ദൈവം തന്നെ നിങ്ങളുടെ കല്യാണം നടത്തും. നീ ഒന്നും പറയണ്ട, സമയവും എല്ലാം നടക്കും. പണിക്കരങ്ങുന്നേ, എന്തിനാ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞ? അങ്ങെന്തേലും പരിഹാരം കണ്ടിട്ടുണ്ടോ? ആ സന്തോഷാണോ പണിക്കരങ്ങുന്നിന്റെ മുഖത്ത് തെളിഞ്ഞു കാണുന്നത്? മാനം പൊഴിയുന്നത് മഴയായി മാത്രമാണെങ്കിൽ നമുക്കത് ആസ്വദിക്കാം. പക്ഷെ പ്രളയമായാലോ? ഞാനിപ്പോ കണ്ടെത്തിയിരിക്കുന്ന മാർഗവും ഏതാണ്ട് അതുപോലെ തന്നെയാ. പണിക്കരങ്ങുന്ന് അതൊന്ന് തെളിച്ച് പറഞ്ഞാ കൊള്ളായിരുന്നു. പരിഹാരമാർഗം കണ്ടെത്തിയതിൽ സന്തോഷിക്കണോ അതോ വിഷമിക്കണോന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അതെന്താണ് പണിക്കരങ്ങുന്നേ? എങ്ങനെയെങ്കിലും മിഥുനേട്ടൻ അപകടമില്ലാതെ പുറത്തു വന്നാൽ മാത്രം മതി. വരാനിരിക്കുന്ന ആപത്തിൽ നിന്നും മിഥുനേട്ടനെ ഏത് വിധനെയും നമുക്ക് രക്ഷിച്ചെടുക്കണം. അതിനു പറ്റിയ ഒരു മാർഗം കിട്ടിയെങ്കിൽ അത് പോരെ സന്തോഷിക്കാൻ. ഇതില് വിഷമിക്കാൻ എന്താ ഉള്ളത് അങ്ങുന്നേ? മേഘനെ, മിഥുൻ നേരിടുന്ന അപകടം എത്ര വലുതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ. ഇപ്പോ അതിന് കിട്ടിയിരിക്കുന്ന പരിഹാരമാർഗവും അതുപോലെ ദുർഘടമാണ്. അതെന്തായാലും എനിക്ക് ഒരു കുഴപ്പമില്ല അങ്ങുന്നേ. കിട്ടിയ മാർഗത്തിലൂടെ മുന്നോട്ട് പോവാം. മിഥുനേട്ടന്റെ ജീവൻ നമുക്ക് രക്ഷിച്ചെടുക്കാം. എന്റെ പൊന്നുമോളെ, ഇനി എന്തു പറഞ്ഞാലാ നിനക്കൊന്ന് മനസ്സിലാവുക? മിഥുന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ചിലപ്പോ നിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്ന് വരാം. അവനെ രക്ഷിക്കാൻ വേണ്ടി നിന്നെ ഒരു അപകടത്തിലേക്ക് തള്ളിയിടാൻ എന്റെ മനസ്സൊരിക്കലും അനുവദിക്കില്ല മോളെ. അതുകൊണ്ട് തന്നെ കിട്ടിയിരിക്കുന്ന ഈ ചെറിയ മാർഗത്തെക്കുറിച്ച് നിന്നോട് പറയണമെന്ന് പോലും ഞാൻ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പറയരുത് അങ്ങുന്നേ. എന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന എന്റെ മിഥുനേട്ടനെ വിട്ട് അജ്ഞാതവാസത്തിനിറങ്ങിയവളാ ഞാൻ. അതിനേക്കാളും വലിയൊരു സങ്കടം ഇനി എന്റെ ജീവിതത്തിൽ മറ്റൊന്നും വരാനില്ല. ആ വേദന പോലും സഹിക്കാനും മറികടക്കാനും എന്നെ കൊണ്ടായല്ലോ. അപ്പോൾ അതിനേക്കാളും വലിയൊരു വേദനയൊന്നും ഇനി ഏത് രൂപത്തിലും എന്നോട് അടുക്കാൻ പോകുന്നില്ല. പണിക്കിറങ്ങുന്ന അതിന്റെ പരിഹാരം എന്താണെന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടിയോ? എല്ലാം എനിക്ക് മനസ്സിലായി പണിക്കരെ. ഞാനിത് ചെയ്യാൻ തയ്യാറാണ്. അരുത് മോളെ, ഇപ്പൊ തന്നെ ഒരു തീരുമാനമെടുക്കണമെന്നില്ല. ഭർത്താവിന്റെ ജീവൻ അപകടത്തിലാവുമ്പോ ഒരു ഭാര്യയ്ക്ക് ആലോചിച്ച് മടിച്ചു നിൽക്കാനാവില്ല. എന്റെ മിഥുനേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. അതിനുള്ള മനോശക്തി എനിക്കുണ്ട്.
പണിക്കിറങ്ങുന്ന അതിനു വേണ്ട ഒരുക്കങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ഗ്രാനി, ഇതാ ചക്കിയുടെ വീട്. ഗ്രാനി ചക്കിക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുവരാന്നല്ലേ പറഞ്ഞേ? പോയി പെട്ടെന്ന് വാങ്ങിച്ചോണ്ട് വരൂ. ഞാൻ അകത്ത് ചെന്ന് ചക്കിയൊന്ന് നോക്കട്ടെ. ശരിയടാ ചിക്കു. ദേ വരുന്നു കുടുംബം കോളം കുത്താൻ എത്തിയ കുട്ടിച്ചാത്താൻ. ഒരേ ഗർഭപാത്രത്തിൽ ഒരുമിച്ച് വളർന്ന സ്വന്തം സഹോദരിയെ കാണാൻ വരുന്ന പോലെയല്ലേ വരവ്. അവനൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. ചക്കി എവിടെ? എന്തിനാ? ചക്കി താഴെ വീണ് മുട്ടുമുറിഞ്ഞില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് ആന്റി? അതെ ചിക്കു, അവള് നിന്റെ സ്കൂൾമേറ്റും ക്ലാസ്മേറ്റും മാത്രോ? ജസ്റ്റ് ഫ്രണ്ട്. അത് ഓർമ്മയുണ്ടോ? നീ കിടന്ന് തിളക്കുന്ന കണ്ട സ്വന്തം കൂടപ്പിറപ്പിന് എന്തോ സംഭവിച്ചതുപോലെയാണെന്ന് തോന്നുവല്ലോ. കൂടെ പിറന്നാ മാത്രം സിസ്റ്റർ ആവുന്നുള്ളൂ. ചക്കി എനിക്ക് അതിനേക്കാളും വലുതാ. നമുക്കിഷ്ടമുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ എല്ലാവർക്കും വിഷമം വരും. അമ്പമ്പോ, മുട്ടേന്ന് വിരിയണേന് മുമ്പ് സീരിയൽ ഡയലോഗും പഠിച്ചോണ്ട് ഇറങ്ങിയിരിക്കേ ചെറുക്കൻ. ആരാണാവോ ട്രെയിനിങ്? നിന്റെ അമ്മ തന്നെ ആയിരിക്കുമല്ലേ? ഞാനായിരുന്നെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പാണെങ്കിൽ പോലും ഇത്രയും സീൻ ഉണ്ടാക്കില്ല. ഒരു ബന്ധമില്ലാത്തൊരു പെണ്ണിന് വേണ്ടി എന്തിനാടാ കിടന്ന് തിളക്കുന്നേ? ആന്റിക്കറിയോ, കുറച്ചു നേരത്തെ മുമ്പ് ആന്റിയുടെ മോനെ ജംഗ്ഷനിൽ വെച്ചൊരു കാർ ഇടിച്ചിട്ട് പോയായിരുന്നു. മോന്റെ കാര്യം ഓർക്കുമ്പോ പോലും ആന്റിക്ക് പേടി തോന്നുന്നില്ലേ? സങ്കടം വരുന്നില്ലേ ആന്റി? നീ എന്താടാ ഈ പറയുന്നേ? വിവേകിന് എന്താ പറ്റിയേ? കാർ ഇടിച്ചെന്നോ? എന്നിട്ട് ഇതുവരെ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. വിവേക്, അയ്യോ ആന്റി നിക്ക്. ആന്റിയുടെ മോനെ ഒരു കാറും ഇടിച്ചിട്ടില്ല. ഞാൻ ചുമ്മാ ഒരു കള്ളം പറഞ്ഞതല്ലേ. എന്തിനാടാ ഇത്രയും വലിയ കള്ളം പറഞ്ഞ്? കുറച്ചു നേരത്തേക്ക് എന്റെ നെഞ്ച് തകർന്ന പോലെ ആയിപ്പോയല്ലോ. ചക്കി താഴെ വീണ് മുട്ടുമുട്ടിയെന്ന് അറിഞ്ഞപ്പോ തൊട്ടേ ഞാനും ആന്റിയെ പോലെ തന്നെ ഫീൽ ചെയ്തേ. ആന്റി കുറച്ചു നേരത്തേക്ക് ആ ഫീലിങ്സ് ഒക്കെ മറന്നുപോയില്ലേ? അതുകൊണ്ടാ മോന്റെ കാര്യം പറഞ്ഞ് ഞാൻ ഒന്നും ഓർമ്മിപ്പിക്കാന്ന് കരുതിയേ. ഇനി ഒരിക്കലും മറ്റുള്ളവരുടെ വേദനയെ ആന്റി കളിയാക്കാൻ പാടില്ല. എന്താ മോളെ, സുഖായിരിക്കുന്നു? സുഖായിരിക്കുന്നു. ചക്കിയെ കാണാൻ വന്നതായിരിക്കും അല്ലേ? അതെ മോളെ. അകത്തോണ്ട് വാ. മിഥുൻ, ചക്കി ആ റൂമിനകത്തുണ്ട്. ആന്റി, ആ പോയ ചിക്കു ആള് മഹാമുറ്റാണല്ലോ ആന്റി. ഛേ, ആന്റി ചുമ്മാ ഒന്ന് കളിയാക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവന്റെ വായിലിരിക്കുന്നത് മുഴുവനും കേൾക്കേണ്ടി വന്നില്ല ആന്റി. ശരിയാ മഞ്ജരി, ഇനി അവനോട് സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. ചക്കി, ഹായ് ചിക്കു. ഹായ് ഗ്രാനി. എവിടെ മുട്ടുപൊട്ടിച്ചു പറഞ്ഞിട്ട്? അതെ ഗ്രാനി. ഇതാ മോളെ, കുറച്ച് ഫ്രൂട്ട്സാ നിനക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നതാ. താങ്ക് യു ഗ്രാനി. വലിയ ചിക്കുവേ ആളൊരു ഡിഫറെന്റ് ക്യാരക്ടർ ആണല്ലേ. മുട്ടേന്ന് മുഴുവൻ വിരിഞ്ഞ് പുറത്തു വന്നിട്ടില്ല, പക്ഷെ വായന്ന് എന്തൊക്കെ ഡയലോഗ്സാ വരുന്നേ. അതല്ലേ ഞാനും പറയുന്നേ. പ്രായത്തിനുള്ള വർത്താനമല്ല അവൻ്റെത്. എനിക്കത് കേൾക്കുന്ന തന്നെ ഇഷ്ടമല്ല. കൊച്ചുവായില് വലിയ വർത്താനം പറഞ്ഞാലും ആ പറയുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളാ. ഓ പിന്നെ എന്ത് വലിയ കാര്യങ്ങൾ. ഇതൊക്കെ ഈ പ്രായത്തിലല്ല കുട്ടികൾ പറയേണ്ടത്. എന്റെ അമ്മോ, അത് അവന്റെ മനസ്സിന്റെ പക്വതയാണെങ്കിലോ. അത് കണ്ടപ്പോ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നേ. ഏട്ടനും മേഘനടുത്തേക്കും ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അവൻ ചിക്കുവിന് അച്ചില് വാർത്തതുപോലെ ഇരുന്നേനെ. ആ മതി, നിർത്തിക്കോ.
ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ആ മേഘനെ കുറിച്ച് ഒന്നും ഇവിടെ പറയണ്ടെന്ന്. ഇനി എപ്പോഴാ എന്റെ വായിന്ന് നീ കേൾക്കാന്നറിയില്ല. പിന്നെ നീ ചിക്കുവിനെ കുറിച്ച് പറഞ്ഞത്, അവൻ എന്റെ മോനായിട്ടെങ്ങാനും ജനിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ ചിക്കുവിനെ പോലെ കുരുത്തം കെട്ടതാവാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ ഞാൻ എന്നെ പോലെ വളർത്തിയെടുക്കും. ചിക്കൂനും വലിയ വ്യത്യാസമൊന്നും ഇല്ല വല്യേട്ടാ. അതുകൊണ്ടാ വല്യേട്ടന്റെ മോൻ ഇങ്ങനെയാവുമെന്ന് ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഏയ് എന്തു പറയാൻ. ആ ചെറുക്കൻ ചക്കയുടെ റൂമിലേക്കാ പോയേക്കുന്നത്. അവിടെ ചെന്ന് എന്തൊക്കെ സീൻ ഉണ്ടാക്കുന്നുണ്ടാവോ? വല്യേട്ടാ, അവന്റെ മനസ്സിലൊരു ജെന്യുവിനിറ്റി ഉണ്ട്. എന്തു പറഞ്ഞാലും നമ്മളത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അവന്റെ ജെനുവിനിറ്റി കൂടിപ്പോയതാ പ്രശ്നം. അവനിങ്ങനെ ഇടയ്ക്ക് വന്ന് എനിക്കും എന്റെ ചക്കിമോൾക്കും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എന്റെ പേടി. വേദനിക്കുന്നുണ്ടോ ചക്കി? നിനക്ക് നോക്കി നടന്നൂടായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ മുട്ട് പൊട്ടിയേ? ഇത് അത്ര വലിയ മുറിവൊന്നും അല്ല ചിക്കു, ഒരു കുഞ്ഞു മുറിവാ. എന്നാലും ഇപ്പൊ നിനക്ക് നല്ലോണം വേദനിക്കുന്നില്ലേ? അത് കാണുമ്പോ എനിക്കും സങ്കടം വരുന്നു ചക്കി. എടാ ചിക്കു, നീ എന്തിനാ ഇപ്പൊ കരയുന്നേ? അറിയില്ല ചക്കി, നീ താഴെ വീണ് നിന്റെ മുട്ട് പൊട്ടിയെന്ന് അറിഞ്ഞപ്പോ തൊട്ട് കരയാൻ തുടങ്ങിയതാ ചക്കി. ഇപ്പൊ നീ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോ എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. ഇതൊരു ചെറിയ മുറിവല്ലേ ചിക്കു, 2 ദിവസം കഴിയുമ്പോ ശരിയായിക്കോളൂ. പിന്നെ എല്ലാം പഴയതുപോലെ ആകും. നമുക്ക് ഒരുമിച്ച് സ്കൂളിലേക്ക് പോവാം. ഇതിനൊക്കെ ആരെങ്കിലും കരയോ? ഇതിനു മുമ്പ് എന്റെ അമ്മയ്ക്ക് എന്തേലും പറ്റിയില്ല എനിക്ക് കരച്ചില് വരിക. ഇപ്പൊ നിനക്കും എല്ലാം പറ്റുമ്പോ എനിക്ക് കരയാൻ തോന്നുന്നു. എന്താണെന്ന് അറിയില്ല ചക്കി. ആരെങ്കിലും ഈ കൊച്ചു കാര്യത്തിന് കരയോടാ ചിക്കു? നമ്മളൊക്കെ ഒത്തിരി മെച്ചുവേർഡ് ആയ പിള്ളേരല്ലേടാ. നമ്മളൊക്കെ സ്ട്രോങ് ആയിരിക്കണം എപ്പോഴും. എന്റെ അച്ഛൻ പറയാറുള്ളതാ. ചിക്കു, ചക്കിമോൾ എത്ര സ്ട്രോങ് ആന്ന് കണ്ടില്ലേ? നീയായിപ്പോ കാര്യമില്ലാതെ കരഞ്ഞും പിഴിഞ്ഞും മനസ്സ് വിഷമിപ്പിക്കില്ല. അച്ഛാ, ചിക്കുനെ കണ്ടോ അച്ഛാ? എനിക്കൊരു ചെറിയ മുറിവ് പറ്റിയതും ചിക്കു വല്ലാണ്ട് കരയാ. ഡോണ്ട് വറി, അതൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കോളും. ഉണങ്ങിയില്ലെങ്കിലോ? അപ്പൊ നമുക്ക് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സ ചെയ്യണം. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകണം. അതിന്റെ ഒന്നും ആവശ്യമില്ലടാ. ചക്കയുടെ കാര്യം നോക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് നീ ഒത്തിരി ടെൻഷൻ അടിക്കണ്ട. അച്ഛന്മാരൊക്കെ ഇങ്ങനെ ചക്കി, കൊച്ചുങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും കെയർലെസ്സാ. ഇവൻ എനിക്കിട്ടാണല്ലോ താങ്ങുന്നേ. ചക്കിയുടെ അമ്മ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അടുത്തുനിന്ന് പോലും മാറില്ലായിരുന്നു. എന്റെ അമ്മയായിരുന്നെങ്കിൽ എന്നെ താഴെ പോലും ഇറക്കാതെ മടിയിൽ പിടിച്ചിരുത്തിയേനെ. അമ്മ നമ്മളെ സമാധാനിപ്പിക്കുമ്പോ വേദനയൊക്കെ മറന്നുപോകും. അപ്പൊ ഇവനാണ് ഇതും പറഞ്ഞ് ചക്കിയെ നശിപ്പിക്കുന്നത്. അമ്മയെ ബൊമ്മയെന്നൊക്കെ പറഞ്ഞ് വേണ്ടാത്ത കാര്യങ്ങൾ അവളുടെ മനസ്സിൽ കുത്തി നിറയ്ക്കുന്നേ. അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തെ, നിന്റെ അമ്മ എന്താ വരാഞ്ഞേ? എനിക്ക് വയ്യാണ്ടായത് അറിഞ്ഞില്ല. അതൊക്കെ അറിഞ്ഞു ചക്കി. ഞങ്ങളുടെ കൂടെ അമ്മ ഇങ്ങോട്ട് പുറപ്പെട്ടതാ. പക്ഷെ വഴിക്ക് വെച്ച് അമ്മയ്ക്ക് ഒരു അർജന്റ് ഫോൺ വന്നപ്പോ പോയതാ. അമ്മയും കൂടെ വന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു. നീ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോ അമ്മയെ കാണാൻ കൊതിയാവുക. മിഥുനോട് അടുത്തുകൊണ്ടിരുന്ന അപകടങ്ങൾക്ക് എപ്പോഴും പരിഹാരം കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പൊ വരാനിരിക്കുന്ന അപകടം
നമ്മുടെ ചിന്തകൾക്ക് അതീതമായ ഭയങ്കര വിപത്താണ്. മിഥുനേട്ടാ, മിഥുനേട്ടന്റെ ജാതകത്തിൽ വീണ്ടും ദോഷങ്ങളുണ്ടെന്ന് അറിഞ്ഞപ്പോ ഒന്ന് കണ്ണ് നിറച്ച് കാണാൻ എന്റെ മനസ്സ് കൊതിച്ചതാ. പക്ഷെ എന്ത് ചെയ്യാനാ? ഏട്ടന്റെ മുന്നിലേക്ക് വരാനാവോ? ചക്കി, ഇന്ന് മുഴുവനും ഞാൻ നിന്റെ ഒപ്പം ഇരുന്നോളാം. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു തരാം. അപ്പൊ നീ നിന്റെ സങ്കടം എല്ലാം മറക്കും. ഓക്കെ ചക്കി? അതെ ചിക്കു, ചക്കിയെ സഹായിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ ഇവിടെ ഒത്തിരി പേരുണ്ടടാ. ഞാനുണ്ട്, അവളുടെ ചെറിയച്ഛനുണ്ട്, അവളുടെ അച്ഛനും അച്ഛമ്മയും ആന്റിയും, അതുപോലെ ഒരുപാട് പണിക്കാരുണ്ട്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് നീ ഇവിടെ ഇരിക്കണമെന്നില്ല. അണ്ടർസ്റ്റാൻഡ്? എല്ലാവരും ഉണ്ടായിരിക്കും, എന്നാലും എന്നെ പോലെ ആവില്ലല്ലോ. ഒരു ഫ്രണ്ട് നോക്കുന്നത് പോലെ വീട്ടിൽ ആർക്കും നോക്കാൻ പറ്റില്ല അങ്കിൾ. അതുകൊണ്ട് അങ്കിളെ, നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിലും ചക്കിയുടെ കൂടെ ഞാൻ നിന്നോളാം. ചേട്ടാ, ഇവനൊരു വള്ളിയാവുകയാണല്ലോ. എന്ത് പറഞ്ഞാലും അവന്റെ കയ്യിൽ അതിന് പറ്റിയൊരു മറുപടി ഉണ്ടാവും. വെറുതെ അല്ല ചെറിയമ്മ ഇവനെ കുട്ടിച്ചാത്രന്ന് വിളിക്കുന്നേ. പാവം ചക്കി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നോ എന്തോ. മേഘനീച്ചിയെ പോലുണ്ടല്ലോ. ചേച്ചി, ദൈവമേ, ചാരു എന്നെ കണ്ടോ? എവിടെയായിരുന്നല്ലേ ചേച്ചി നിന്നെ? അപ്പോഴേക്കും ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ കണ്ടത് ചേച്ചി തന്നെയല്ലേ? അതോ എനിക്ക് തോന്നിയതാണോ? കഴിഞ്ഞ ദിവസം പാർട്ടിയിലും ഇതുപോലെയായിരുന്നു. അവിടെയും ഞാൻ ചേച്ചിയെ കണ്ടിരുന്നു. ഞാൻ കാണുന്നത് ശരി തന്നെയാണോ? അതോ എനിക്ക് വല്ലതും പറ്റിയതാണോ? ചേച്ചേ, ഇവിടെ ഇരുന്നതാണ് തെറ്റായത്. വഴിയെ പോകുന്ന ദരിദ്രവാസികളെ എല്ലാം കാണേണ്ടി വരുന്നു. ചില പട്ടികൾ വിളിച്ചാ കയറി വരും, ചില പട്ടികൾ വിളിക്കാതെ തന്നെ തള്ളിക്കേറി വന്നു. ഓ ആന്റി, ആന്റി പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ അത് വല്ല തെരുവ് പട്ടിയായിരിക്കുമെന്ന് കരുതി. ചാരുമായിരിക്കുമെന്ന് ഓർത്തില്ല. എടി ചാരു, എന്തിനാ ഇങ്ങോട്ട് എഴുന്നല്ലേ? വിവേകന് കല്യാണം നിശ്ചയിച്ചിരിക്കല്ലേ. അവളെങ്ങാനും അവൻ കെട്ടൂന്ന് പേടിച്ച് അവസാനായിട്ട് വിവേകിനെ ഒരു നോക്ക് കാണാൻ വന്നതായിരിക്കും. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പൊ വന്നത് പോട്ടെ. നാളെ അവന്റെ കല്യാണം കഴിഞ്ഞ് ഇതുപോലെ കയറി വന്നാ ഞാൻ ചിലപ്പോ ഒന്നും പറയില്ലായിരിക്കും. പക്ഷെ അവന്റെ ഭാര്യ ചിലപ്പോ നിന്റെ കയ്യും കാലും തല്ലി ഓടിച്ച് വഴിയിലോട്ട് വലിച്ചെറിഞ്ഞെന്നിരിക്കും. അല്ലെങ്കിൽ തന്നെ നിനക്ക് ഒരു നാണവും ഇല്ലേ? ഇനി എന്ത് പറഞ്ഞാലും നിനക്ക് ഉളുപ്പ് തട്ടുക. മോം, വീട്ടിൽ കയറി വരുന്ന വ്യക്തിയോട് ഇങ്ങനെ സംസാരിക്കുന്നതാണോ സംസ്കാരം? നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവരെ വേദനിപ്പിക്കുമെന്ന് പോലും ചിന്തിക്കുന്നില്ലേ? മറ്റുള്ളവരെ വേണ്ടാധീനം പറയുമ്പോ എല്ലാവരുടെയും മുന്നിൽ നമ്മുടെ വിലയാണ് കുറയുന്നതെന്ന് ഓർത്തോ? നീയാള് കൊള്ളാലോ. ആരോട് എങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെ പെരുമാറണമെന്നും എന്നെ പഠിപ്പിക്കാൻ വരല്ലേ. ഞാൻ നിന്റെ അമ്മയാണെന്ന് ഓർത്തോണം. നീ എന്നെയാണോ വളർത്തിയത് അതോ ഞാൻ നിന്നെയാണോ വളർത്തിയത്? എന്റെ അമ്മയായതുകൊണ്ട് മാത്രം ആ ഒറ്റ കാരണം കൊണ്ടാ ഇതുവരെ ഒന്നും പരിധി വിട്ട് പറയാത്തത്. വിവേക്, നീ ചാരുവിന് വേണ്ടിയാണോ എന്റെ നേർക്ക് ചാടിക്കയറുന്നത്? ഇവളുടെ പ്രിയ നേടിയെടുക്കാനായിരിക്കും ഈ സീനെല്ലാം ഉണ്ടാക്കുന്നത്. അവള് ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാ.